ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഉള്ള സംശയമാണ്, എനിക്ക് ചിക്കൻ കഴിക്കാൻ പറ്റുമോ, കൊളസ്ട്രോൾ വരില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരുപാട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുമോ, പ്രോട്ടീൻ ഉള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, ഭക്ഷണം ഞാൻ ഒരുപാട് ലിമിറ്റ് ചെയ്യണ്ടേ എന്നുള്ളതൊക്കെ. അല്ല, ഇത് മുട്ടയുടെ കാര്യം ഇവര് ചോദിക്കും, എനിക്ക് കഫക്കെട്ടല്ലേ, പാലും മുട്ടയും കഴിക്കാൻ പറ്റുമോ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷെ അത് കഴിക്കണം. COPD ഉള്ള പേഷ്യൻസ് പാലും മുട്ടയൊക്കെ നന്നായിട്ട് കഴിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് പ്രോട്ടീൻ കൂടി അവരുടെ മസിൽ മാസ് ബിൽഡപ്പ് ചെയ്യും. ആദ്യമായി തന്നെ ഡോക്ടർ, എന്താണ് COPD? COPD എന്ന് പറഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അത് വളരെ കാലമായി നീണ്ടു നിൽക്കുന്ന ഒരു ശ്വാസകോശ പ്രശ്നമാണ്. ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസനാളങ്ങൾ ചുരുങ്ങി വരികയും അതിനാൽ ആ രോഗിക്ക് നടക്കുമ്പോൾ കിതപ്പ്, ശ്വാസമുട്ട് അനുഭവപ്പെടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ COPDക്ക് 2 തരത്തിലുള്ള നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ക്രോണിക് ബ്രോങ്കൈറ്റിസും എംഫൈസീമും. ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു 3 മാസക്കാലം ദീർഘമായിട്ട് ഒരാൾക്ക് ചുമ നീണ്ടു നിൽക്കുന്നുണ്ട്, അതിന്റെ കൂടെ കഫം വരുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയും. എംഫൈസീമ എന്ന് പറഞ്ഞാൽ ശ്വാസനാളങ്ങളുടെ അറയ്ക്ക് ഉണ്ടാവുന്ന കേടുപാട്, അപ്പോൾ അത് വികസിച്ചിരുന്ന അത് കാരണം ആൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുക. ഇതാണ് COPD. ഓക്കെ, അപ്പം പിന്നീട് നമ്മളുടെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയാണ് എനിക്ക് ഡോക്ടറെ COPD വന്നത്, അല്ലെങ്കിൽ പുക വലിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ലേ COPD, അപ്പം ഞാൻ പുക വലിക്കാറില്ല, അപ്പൊ എനിക്ക് എങ്ങനെയാണ് COPD വന്നത്? ഇത് പല പേഷ്യൻസും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം പുക വലിക്കുന്നവർക്ക് മാത്രം വരുന്ന അസുഖമാണോ ഡോക്ടർ COPD, അതോ മറ്റു പല കാരണങ്ങളും ഉണ്ടോ COPD വരാനായിട്ട്? അപ്പോൾ പൊതുവായുള്ള ഒരു ധാരണ ഇത് തന്നെയാണ്, മിക്കവരും വിചാരിക്കുന്നത് COPD എന്ന് പറഞ്ഞാൽ സ്മോക്കേഴ്സിൽ മാത്രം കാണുന്ന ഒരു രോഗം ആണെന്നാണ്. കൂടുതലായും നമ്മൾ 40 വയസ്സിന് മുകളിലുള്ളവരിലാണ് ഈ അസുഖം കാണുന്നത്. പക്ഷേ കൂടുതലും മെയിൽസിലാണ് ഈ അസുഖം കാണുന്നത്. പക്ഷേ സ്ത്രീകളിലും COPD വളരെ കോമൺ ആണ്. അത് പലർക്കും അതിനെപ്പറ്റി അറിയില്ല. പുകവലിക്കാത്ത പലർക്കും ഈ അസുഖമുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടമ്മമാരൊക്കെ നീണ്ട കാലം വീട്ടിൽ വിറകടുപ്പ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, ബയോമാസ് ഫ്യൂൽ എക്സ്പോഷർ ദീർഘകാലം ഉണ്ടെങ്കിൽ അവർക്ക് ഈ പുകവലിക്കുന്നവർക്ക് എന്തൊക്കെ അസുഖം വരാം, അതേ അസുഖങ്ങൾ ഇവരിലും കാണാറുണ്ട്. അതല്ലാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ പൊല്യൂഷൻ ഉള്ള ഒരു സിറ്റിയിൽ കുറെ കാലം ജീവിക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ COPD കാണാറുണ്ട്. പിന്നെ ജനറ്റിക് ആയിട്ട് ചില അസുഖങ്ങൾ, അതിന്റെ ജന്മന ഉള്ള ചില വൈകല്യങ്ങൾ കാരണവും COPD ലേറ്റ് ലൈഫിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ പുകവലിക്കാത്തവരിലും ഈ അസുഖം വളരെ കോമൺ ആയിട്ട് കാണാം. എന്തൊക്കെയാണ് ഈ COPD എന്നുള്ള അസുഖത്തിന്റെ ലക്ഷണങ്ങൾ? എല്ലാ ശ്വാസമുട്ടലും COPD ആണോ? എപ്പോഴാണ് നമുക്ക് COPD ഉണ്ടോ എന്ന് സംശയിക്കേണ്ടത്? അപ്പോൾ COPD നമ്മൾ പറഞ്ഞു, അതിന്റെ മെയിൻ ലക്ഷണം കിതപ്പാണ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. അപ്പൊ ഈ വർഷത്തെ COPD-യുടെ തീം തന്നെ ഷോർട്ട് ഓഫ് ബ്രെത്ത് തിങ് COPD എന്നാണ്. അതായത് നമ്മൾ പലപ്പോഴും കിതപ്പ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് അമിതവണ്ണത്തിന്റെ കാരണമായിരിക്കാം, ഹാർട്ടിന്റെ അസുഖം കാരണമായിരിക്കാം, ഏജ് കൂടിയതിന്റെ. അങ്ങനെയാണ് മിക്കപ്പോഴും ആ കിതപ്പിന് എല്ലാവരും കൊളസ്ട്രോൾ കാരണമാണ് മിക്കപ്പോഴും പറയും. പക്ഷെ കൊളസ്ട്രോൾ കിതപ്പൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ മിക്കപ്പോഴും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ COPD-യുടെ ലക്ഷണമായിട്ട് നമ്മൾ കാണുന്നത് കിതപ്പാണ്. അതല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞു ക്രോണിക് ബ്രോങ്കൈറ്റിസ്, അങ്ങനെയുള്ള ആൾക്കാരിൽ വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ടായിട്ടും ഈ അസുഖം വരാം. കൂടുതലായിട്ടും കഫം തുപ്പുക, അതുപോലെ വീസിങ്, കുറുങ്ങലായിട്ടും COPD കാണാറുണ്ട്. പിന്നെ ഒരു സംശയം, ഈ ആസ്മ ഉള്ള പേഷ്യൻസിന് അവർക്ക് കുറച്ച് നാളിപ്പം എല്ലാവരും ചോദിക്കുന്ന, എന്തായാലും ഞാൻ ട്രീറ്റ്മെന്റ് എടുത്താലും ഇല്ലെങ്കിലും എനിക്ക് ആസ്മ ഉണ്ട്, അതെന്തായാലും നിങ്ങൾക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പം എന്താണ് ആസ്മ ചികിത്സിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് COPD ആയിട്ട് മാറാൻ സാധ്യത ഉണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. നമ്മൾ ആസ്മ നമുക്ക് അറിയാലോ, കൂടുതലും ജനറ്റിക് ആയിട്ട് കുട്ടികളിലൊക്കെ കൂടുതലായിട്ടും കാണും. പക്ഷെ മുതിർന്നവരിലും അസുഖം വരാം. അത് കൂടുതൽ അലർജി മൂലം വരുന്ന ഒരു ശ്വാസതടസ്സമാണ്. പക്ഷേ മിക്കവർക്കും ഈ ഇൻഹേലർ ഫോബിയ ഉണ്ട്. ഇൻഹേലർ എടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പേടിച്ചിട്ട് മിക്കപ്പോഴും അവർ ആ ട്രീറ്റ്മെന്റ് അവോയ്ഡ് ചെയ്യും. അങ്ങനെ കുറെ നാൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസനാളങ്ങളിൽ ഫിക്സഡ് ആയിട്ടുള്ള എയർവേ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഭാവിയിൽ ഈ ആസ്മ ഉള്ളവർക്ക് COPD എന്ന അസുഖം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ COPD എന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ലങ്സിൽ വരുന്ന പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. അതുകൊണ്ട് പിന്നെ അവർക്ക് റെഗുലർ ആയിട്ട് ഇൻഹേലേഴ്സ് പിന്നെ യൂസ് ചെയ്യേണ്ടി വരാം. അപ്പോൾ ആസ്മ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ COPD എന്ന അസുഖം വരാതിരിക്കും. ഇപ്പം ഡോക്ടറെ, എനിക്ക് എങ്ങനെ അറിയാൻ പറ്റുക അപ്പം COPD ആണ് എനിക്ക് എന്നുള്ളത്? എന്ത് ടെസ്റ്റാണ് ഇപ്പം ചെയ്യാൻ പറ്റുക നമുക്ക് COPD ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ COPDക്ക് വേണ്ടിയിട്ട് പലതരം ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പേഷ്യന്റ് നമ്മളെടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു എക്സ്റേ ആണ് എടുക്കുക. എക്സ്റേ എടുക്കുന്നത് ഒന്നാമത് COPD-യുടെ ആയിട്ടുള്ള പർട്ടിക്കുലർ ചേഞ്ചസ് എക്സ്റേയിൽ കാണും. പക്ഷേ വേറെ അസുഖമൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ ആദ്യം ഒരു എക്സ്റേ എടുക്കും. അതിന്റെ കൂടെ COPD ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാവുന്ന നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് സ്പൈറോമെട്രി അല്ലെങ്കിൽ പൾമോണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മൂലം ഒരു വ്യക്തിക്ക് COPD ഉണ്ടോ എന്നും അത് എത്രത്തോളം സിവിയർ ആണെന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരു രോഗി ഡയഗ്നോസ് ചെയ്യപ്പെട്ടാലും നമ്മൾ അവർ പീരിയോഡിക്കലി ആയിട്ട് അവർക്ക് ഈ ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ ഈ സ്പൈറോമെട്രി ചെയ്ത് അവരുടെ അസുഖം എങ്ങനെ പ്രോഗ്രസ് ചെയ്യണമെന്നുള്ളത്
അവർ അസസ് ചെയ്യേണ്ടതായിട്ട്. പ്രധാനമായിട്ടും COPD ട്രീറ്റ്മെന്റ് എന്താണ്? ഇൻഹേലേഴ്സ് മാത്രമാണോ, അതോ ഇൻഹേലർ ഉപയോഗിക്കാതെ എനിക്ക് ടാബ്ലറ്റ്സ് മാത്രം വെച്ചിട്ട് COPD ചികിത്സിച്ച് മാറ്റാൻ പറ്റുമെന്ന് പല രോഗികളും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇൻഹേലർ ഒക്കെ പൊട്ടയല്ലേ, അതിനോട് അഡിക്ഷൻ ഉണ്ടാവില്ലേ, ഞാൻ ഇപ്പൊ വലിച്ചു തുടങ്ങിയാൽ എനിക്കിത് നിർത്താൻ പറ്റില്ലല്ലോ, ഞാൻ അതിനോട് ഡിപ്പെൻഡന്റ് ആയി പോവില്ലേ, അങ്ങനെ പല സംശയങ്ങളും വരാറുണ്ട്. അപ്പം പ്രധാനമായിട്ടും COPD ട്രീറ്റ്മെന്റ് എന്താണ്? അപ്പോൾ COPD ഇപ്പൊ പറഞ്ഞ പോലെ, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മെയിൻ ട്രീറ്റ്മെന്റ് COPD ഇൻഹേലേഴ്സ് ആണ്. ഇൻഹേലർ എന്ന് പറഞ്ഞാൽ അതൊരു ഡിവൈസ് ആണ്. അതിൽ നമ്മൾ ലിക്വിഡ് ഫോർമുലേഷനിലോ അല്ലെങ്കിൽ പൗഡർ രൂപത്തിലോ ഉള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു COPD എന്ന് പറഞ്ഞ അസുഖം നമ്മുടെ ശ്വാസനാളങ്ങൾ ചുരുങ്ങുകയാണ്. അപ്പൊ ശ്വാസനാളങ്ങൾ ചുരുങ്ങുമ്പോൾ നമ്മൾ അത് വികസിക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മരുന്ന് അവിടെ എത്തണം, എന്നാലാണ് അതിന് ഇമ്മീഡിയറ്റ് എഫക്റ്റും ഉണ്ടാവുള്ളൂ, അവിടുത്തെ നീർക്കെട്ടൊക്കെ കുറയാൻ വേണ്ടിയിട്ട്. അപ്പം അടിസ്ഥാന ചികിത്സ എന്താണെന്ന് ചോദിച്ചാൽ ഇൻഹേൽ ബ്രോങ്കോഡൈലേറ്റേഴ്സ് ആണ് COPD ട്രീറ്റ്മെന്റ്. അത് കുറച്ച് ദീർഘകാലം തന്നെ അവർ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ആസ്മ പോലെയല്ല, ആസ്മ ഉള്ളവർക്കൊക്കെ നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഇൻഹേലേഴ്സ് നിർത്താൻ പറ്റിയേക്കാം. പക്ഷെ COPD ഉള്ളവർക്ക് ദീർഘകാലം അവർ അത് ഇൻഹേലർ യൂസ് ചെയ്യണം. പക്ഷെ ദീർഘകാലം അവർ ഇൻഹേലർ യൂസ് ചെയ്യണം നമ്മൾ പറയുന്നത് അതിനോട് അഡിക്ഷൻ ആയിട്ടല്ല, അവരുടെ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് അതായത് കാരണം അത് ദീർഘകാലം യൂസ് ചെയ്യണം. അല്ലാതെ അതിന് അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള മെഡിസിനും ഇൻഹേലേഴ്സിലില്ല. വളരെ സേഫ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഇപ്പൊ പറയുന്നത് ടാബ്ലറ്റിൽ ചികിത്സാ മാറുമെന്ന് ചോദിച്ചു ഡോക്ടർ. അപ്പൊ ഒരിക്കലും ഇല്ല. ടാബ്ലറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒരു ആഡ് ഓൺ തെറാപ്പിയാണ്. ഇൻഹേലറിന്റെ കൂടെ അതിന്റെ ആഡ് ഓൺ ആയിട്ടാണ് നമ്മൾ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കാറ്. ഇൻഹേലറിൽ വളരെ ചെറിയ ഡോസിലുള്ള മൈക്രോഗ്രാം ഡോസിലുള്ള മെഡിസിൻസേ ഉള്ളൂ. അത് ഒരു രോഗിയുടെ ബ്ലഡിൽ അബ്സോർപ്ഷൻ അങ്ങനെയൊന്നും നടക്കുന്നില്ല. അപ്പൊ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇൻഹേലേഴ്സ്. അപ്പൊ അതല്ലാതെ വല്ല ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇൻഹേലേഴ്സ് പോലെ തന്നെ നോൺ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ അതെപ്പോഴും ഇൻഹേലറിന്റെ കൂടെയുള്ള ട്രീറ്റ്മെന്റ് ആണ്, ഇൻഹേലർ ഒഴിവാക്കിയിട്ടുള്ളതല്ല. നോൺ ഫാർമക്കോളജിക്കൽ ആയിട്ട് ഇപ്പൊ ഒരു സ്മോക്ക് ചെയ്യുന്നവരാണല്ലോ കൂടുതലായിട്ടും COPD വരുന്നത്. അപ്പോൾ സ്മോക്ക് ചെയ്യുന്നവരിൽ നമ്മൾ ആദ്യം പറയുന്നത് ക്വിറ്റ് സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം. എന്നാൽ മാത്രമാണ് അവരുടെ അസുഖത്തിൽ എന്തെങ്കിലും ഒരു ബെറ്റർമെന്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ വിറകടുപ്പ് ഉപയോഗിക്കുന്ന അമ്മമാരാണെങ്കിൽ അത് ആദ്യം ഉപേക്ഷിക്കാൻ പറയും. പൊല്യൂട്ടഡ് ആയിട്ടുള്ള താമസിക്കുന്നവരാണെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കും. ഇതൊക്കെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത്. പിന്നെ ഈ COPD ഉള്ളവർക്ക് പലപ്പോഴും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ് നോർമൽ ആൾക്കാരെക്കാട്ടും. അപ്പോൾ നമ്മൾ അതിന് പ്രിവെന്റീവ് ആയിട്ട് വാക്സിനേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പലതരം ഫ്ലൂ വാക്സിൻ, ന്യൂമോണിയ വാക്സിൻ, അങ്ങനെ പലതരം വാക്സിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ അവർക്ക് റെക്കമെൻഡ് ചെയ്യും. ഒരു പൾമണോളജിസ്റ്റിനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ തീർച്ചയായും നിങ്ങൾക്ക് ആ വാക്സിൻസ് എടുപ്പിക്കും. പിന്നെ കുറച്ച് നീണ്ട കാലമായിട്ട് COPD നിൽക്കുന്നവർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇവരുടെ ഈ പേഷ്യൻസ് ഒക്കെ വളരെ ലീൻ ആയിരിക്കും, മോസ്റ്റ്ലി മെലിഞ്ഞ, അവരുടെ മസിൽ മാസ് വളരെ കുറവായിരിക്കും. അപ്പൊ അവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം എന്ന് പറയുകയാണെങ്കിൽ ഹൈ പ്രോട്ടീൻ, ഹൈ ഫാറ്റ് ഉള്ള ഡയറ്റ്, അവരുടെ മസിൽ മാസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി. എല്ലാവർക്കും ഉള്ള സംശയമാണ്, എനിക്ക് ചിക്കൻ കഴിക്കാൻ പറ്റുമോ, കൊളസ്ട്രോൾ വരില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരുപാട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുമോ, പ്രോട്ടീൻ ഉള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, ഭക്ഷണം ഞാൻ ഒരുപാട് ലിമിറ്റ് ചെയ്യണ്ടേ എന്നുള്ളതൊക്കെ. അല്ല, ഇത് മുട്ടയുടെ കാര്യം ഇവര് ചോദിക്കും, എനിക്ക് കഫക്കെട്ടല്ലേ, പാലും മുട്ടയും കഴിക്കാൻ പറ്റുമോ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷെ അത് കഴിക്കണം. COPD ഉള്ള പേഷ്യൻസ് പാലും മുട്ടയൊക്കെ നന്നായിട്ട് കഴിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് പ്രോട്ടീൻ കൂടി അവരുടെ മസിൽ മാസ് ബിൽഡപ്പ് ചെയ്യുള്ളൂ. അപ്പോഴാണ് അവർക്ക് ശ്വാസം എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ മസിൽസ്. ഇല്ലാന്നുണ്ടെങ്കിൽ മസിൽസ് വീക്ക് ആണെങ്കിൽ പെട്ടെന്ന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതാണ് അവരുടെ ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസും വളരെയധികം ഹെൽപ്പ് ചെയ്യും. പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറയും. ചെറിയ ചെറിയ ബ്രീത്തിങ് എക്സസൈസ് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യും. ഇതൊക്കെ ചെയ്യുന്നത് മൂലം ഒരു COPDക്ക് നോർമൽ വ്യക്തികളെ പോലെ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും. ഇപ്പം എനിക്കിപ്പം COPD ഡയഗ്നോസ് ചെയ്തു, അപ്പൊ എനിക്ക് ഇനി വേറൊന്നും കളിക്കാനോ അല്ലെങ്കിൽ ഒരു എക്സസൈസോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, എനിക്ക് ശ്വാസം മുട്ടൽ പെട്ടെന്ന് വരും, അങ്ങനെ ഉണ്ടോ? ഏത് ലെവൽ ഓഫ് എക്സസൈസ് ഒക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ അത് കാറ്റഗറൈസ് ചെയ്യേണ്ടി വരും. COPD പലതരം സിവിയറിറ്റി ഉണ്ട്. അപ്പോൾ മൈൽഡ് COPD ആണ്, അവർക്ക് അത്ര വലിയ ഇതില്ലെങ്കിൽ ഫങ്ഷണൽ ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല, അവർക്ക് നോർമൽ ആയിട്ടൊരു വ്യക്തിക്ക് ചെയ്യുന്നതൊക്കെ ചെയ്യാം. പക്ഷെ ഓവർ ആയിട്ടുള്ള എക്സേഷൻ, ലൈക്ക് കുറെ കോണിപ്പടികൾ കയറുക, വെയിറ്റ് അധികം എടുത്ത് പൊക്കുക, അങ്ങനത്തെ ഉള്ള ഓവർ ആയിട്ടുള്ള എക്സേഷൻസ് മാത്രമാണ് നമ്മൾ ഒഴിവാക്കാൻ പറയുന്നുള്ളൂ. അതല്ല, സാധാരണ രീതിയിലെല്ലാം ചെയ്യാം. പിന്നെ ചില COPD പേഷ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്സിജൻ ഡിപ്പെൻഡന്റ് ആയിരിക്കാം, അവർ ലോങ് ടേം ആയിട്ടുള്ള അവരുടെ അസുഖത്തിന്റെ ഭാഗത്തിന്. അപ്പൊ അവർക്ക് ചെറിയ ചെറിയ എക്സസൈസ് നമ്മൾ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. അവരുടെ മസിൽ മാസ് ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള ചെറിയ എക്സസൈസുകൾ ചെയ്യാം. യോഗയൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ പേഷ്യൻസ്. പിന്നെ ഒരു കാര്യമാണ്, ഈ പല സമയത്തും നേരത്തെ തന്നെ ഇവരുടെ അസുഖം കൂടുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു റെസ്പിറേറ്ററി ഫെയിലിയർ പോലെയുള്ള കണ്ടീഷൻസിലേക്കോ പോകുന്നത് തടയാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് ഈ രോഗം നമ്മുടെ കൺട്രോളിലല്ല അല്ലെങ്കിൽ രോഗം മൂർച്ഛിച്ചു എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? COPD ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ പോലെ ചുമ, കഫക്കെട്ട്, കുരുങ്ങൽ. അപ്പം മിക്കപ്പോഴും സ്മോക്കേഴ്സിന് പൊതുവായ ഒരു ചുമയുണ്ടാവും. ആ ഉള്ള ചുമയുടെ രൂപവ്യത്യാസം വരിക, അല്ലെങ്കിൽ അതിന്റെ അമിതമായി കഫം വരിക, ചുമയുടെ നമ്പേഴ്സ് കൂടുക, ഇതാണ് ഒരു പ്രധാന ലക്ഷണം.
അല്ലാതെ ശ്വാസം മുട്ട് കൂടുക. അപ്പൊ മുമ്പ് ഒരാൾക്ക് ചിലപ്പോൾ ഒരു കുറച്ചൊരു 100 മീറ്റർ നടക്കുമ്പോഴാണ് കിതപ്പ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്ക് ഇന്ന് ഇരുന്ന് ഡ്രസ്സ് മാറുമ്പോൾ തന്നെ ആൾക്ക് ഒരു കിതപ്പ് അനുഭവപ്പെടുക, ശ്വാസം മുട്ട് കൂടുതൽ. ഇതൊക്കെ അതിന്റെ ഒരു ലക്ഷണമാണ്. പനി വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഇപ്പോഴും ഇൻഫെക്ഷൻ ആണ് ഈ എക്സാസർബേഷന്റെ ഒരു കാരണമായിട്ട് വരുന്നത്. അപ്പൊ പനി ഉണ്ടെങ്കിൽ, പിന്നെ ചിലർക്ക് കൂടുതൽ ശ്വാസം മുട്ട് വരുമ്പോൾ ബോധക്ഷയം വരെ സംഭവിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ നിങ്ങൾ ഒരു പൾമണോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കും. ഇത്രയുമാണ് സാധാരണയായിട്ട് നമ്മളിപ്പം പേഷ്യൻസ് ഒക്കെ എന്നെയും പൊതുവെ ഒരു പൾമണോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പം ചോദിക്കുന്ന ഡൗട്ട്സ് ഇതൊക്കെയാണ്. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഡോക്ടർ ഐശ്വര്യ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്ന ഹെലോ റേഡിയോയിനും നന്ദി. താങ്ക് യു.